ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സൈഡ് ഡിഷാണ്. ചോറിന് മാത്രമല്ല, പുട്ടിനും അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. നമ്മുടെ ഉരുളക്കിഴങ്ങും ബീൻസും ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം ബീൻസ് ഇത്രയുള്ള ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള പീസ് മതി, ഒരുപാട് വലിപ്പം വേണ്ട. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോളയാണ്. ഒരുപാട് വലിയ സവോള വേണ്ട കേട്ടോ. ചെറിയ സവോള ഒരെണ്ണം നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 4 അല്ലി വെളുത്തുള്ളി, 3-4 ഉള്ളി, ഒരു പീസ് ഇഞ്ചി ഇതുപോലെ ഞാൻ ചതയ്ക്കാൻ എളുപ്പത്തിനായിട്ട് ഇതുപോലെ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ബീൻസും ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരുപാട് വെള്ളത്തിലല്ല, കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിക്കണ്ട കേട്ടോ. വേറെ നോൺ സ്റ്റിക്ക് പാനിലോ ഇല്ലാതെയുള്ള പാത്രങ്ങളിലോ എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. ചട്ടിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ അല്ലെങ്കിൽ ചെറിയ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ ബീൻസ്, ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോവും. ഇതുപോലെ ചേർക്കാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉരുളക്കിഴങ്ങിനും ബീൻസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് 1/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുള്ള കാര്യങ്ങൾ പറയാം. ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അല്ലെങ്കിൽ കല്ലിൽ ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ചതയ്ക്കുന്നേ ഉള്ളൂ. കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കും. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട. ഒരു 2 ഏലക്ക, എൻ്റെ കയ്യിലുള്ള ഏലക്ക ഒരെണ്ണം ചെറുതായതുകൊണ്ട് ഞാൻ 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. സാധാരണ വലിപ്പമുള്ള ഏലക്കയാണെങ്കിൽ 2 മതി. ഒരു പീസ് പട്ട, അതൊന്ന് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ ബീൻസും ഉരുളക്കിഴങ്ങും കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് അരഞ്ഞ് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളൊരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം കേട്ടോ. തേങ്ങാപ്പാലും കൂടി ചേർത്താലേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങാപ്പാൽ ചേർക്കാതെ ഈ കറി ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു 1/2 കപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് കുക്കായി തുടങ്ങിയിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ചതച്ച് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ചില കറികളിൽ നമ്മൾ പറയാറുണ്ട് മുറിച്ച് ചേർക്കാന്നുള്ളത്. ചില കറികളിൽ ചതച്ച് ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ ചതച്ച് തന്നെ ചേർക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കടുക് വറുത്തിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ മസാലകൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ വറവിടാത്ത കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കടുകിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത്. ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് വെജിറ്റബിൾ ഓയിലും ഈ ഒരു കറി ചെയ്യാം. പിന്നെ നമ്മുടെ സവാളയും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കാം. ഇനി സവോളയുടെ കളറ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. ഇത് നല്ലൊരു ഇറച്ചിക്കറിയുടെ ഫ്ലേവറുള്ള കറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫിലൊക്കെ ചേർക്കുന്ന പോലെയാണ് നമ്മുടെ മസാലകളൊക്കെ ചതച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും മല്ലിയിലയും എല്ലാം ചേർത്ത് വരുമ്പോൾ നമ്മുടെ ഒരു നോൺ വെജ് കറിയുടെ ഒരു ടേസ്റ്റുള്ള കറിയായിരിക്കും. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു വരും. പിന്നെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് ഈ ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഉരുളക്കിഴങ്ങും ബീൻസും ഒരുമിച്ച് കുക്ക് ചെയ്യാൻ വെച്ചു എന്നേ ഉള്ളൂ.
ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് മാറ്റിയതിന് ശേഷം ഇതുപോലെ മസാല റെഡിയാക്കുക. പിന്നെ നമ്മുടെ ഗ്രേവിയിൽ കിടന്ന ഉരുളക്കിഴങ്ങ് കുക്കാവുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങളൊന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കറിക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് കളർ മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് കുക്കായി സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം എപ്പോഴും പൊടികൾ ചേർക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ചേർത്തായിരുന്നു കേട്ടോ. സവോള ഒന്ന് കുക്കായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തായിരുന്നു. ആദ്യമേ ചേർക്കണ്ടായിരുന്നു, അത് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ സവോള ചേർക്കുമ്പോൾ തന്നെ കറിവേപ്പില ചേർത്തുള്ളൂ. ഇപ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിനായിട്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസും ഉരുളക്കിഴങ്ങും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി കുക്കായതിന് ശേഷം മാത്രം നമ്മുടെ ഉരുളക്കിഴങ്ങും ബീൻസും വേവിച്ചത് ചേർക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീൻസും ഉരുളക്കിഴങ്ങും വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അത് വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞു പോവാതെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ഉരുളക്കിഴങ്ങും ബീൻസും വേവിച്ചതിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കുക കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബീൻസും ഉരുളക്കിഴങ്ങും വേവിച്ച വെള്ളമുണ്ട് എൻ്റെ കയ്യിൽ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് ചെറുതായിട്ട് ഉടയ്ക്കും. നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടും. ഒരുപാട് കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് എളുപ്പത്തിനാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കുന്നത്. 1-2 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർക്കുക. ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ബാക്കിയുള്ള നമ്മുടെ ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി ഉള്ളൂ കേട്ടോ, അധികം ഗ്രേവി ഒന്നുമില്ല. ഞാൻ കൈ പൊള്ളാതിരിക്കാനാണ് ചട്ടിയിൽ നിന്ന് ഇതുപോലെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് ആ ഉരുളക്കിഴങ്ങിലേക്കും ബീൻസിലേക്കും ഈ മസാലകളുടെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് മതി. അപ്പോൾ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. ഗ്രേവി കൂടുതലാണെങ്കിൽ നിങ്ങൾ 5 മിനിറ്റോളം തിളപ്പിച്ചോളൂ. ഒരുപാട് ഗ്രേവി ഉള്ള കറിയല്ല ഇത്, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള കറിയാണ്. അപ്പോൾ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യട്ടെ, ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ മറ്റുള്ള മസാലകൾ ചതച്ച് ചേർത്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് പഞ്ചസാര ഇതും ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലും കൂടി ചേർക്കുക. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ കറിയുടെ ചൂടുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കുക്കായി വന്നോളും. അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ട് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടമാവാത്തത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കട്ടെ. മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മല്ലിയില ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയായി.
ഇനി നമുക്ക് എന്തിൻ്റെ കൂടെയാണോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിക്കുക. ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ട് ഒരു ഇളം ചൂടിൽ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ വീട്ടിൽ 1-2 വെജിറ്റബിൾസ് ഉള്ളൂന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ കറി ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലോ. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.